ഹായ് ഞാനൊരു സഞ്ചാരി. എൻ്റെ ചാനൽ സീസ് സഞ്ചാരി. വിശാലമായ പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകളിലൂടെ സന്ദർശകർ ആഴ്ന്നിറങ്ങുന്ന വന്യജീവി സങ്കേതങ്ങളെയാണ് സഫാരി പാർക്കുകളെന്ന് നാം പറയുന്നത്. രാത്രി കിടന്നത് ഏറെ വൈകിയാണെങ്കിലും വെളുപ്പിന് 4:30 എഴുന്നേറ്റ് റെഡിയായി. പറഞ്ഞ പോലെ കൃത്യം 5 തന്നെ റിസപ്ഷനിലെത്തി ഒരു കട്ടനും അടിച്ചു. നിരത്തി വച്ചിരിക്കുന്ന പ്രഭാത ഭക്ഷണപ്പൊതിയും കയ്യിലേന്തി 5:30 തന്നെ ഞങ്ങൾ ഗെയിം ഡ്രൈവിനായുള്ള സഫാരി ജീപ്പിനരികിലെത്തി. മൃഗങ്ങളെ കാണുമ്പോൾ ഒച്ചയുണ്ടാക്കരുത് തുടങ്ങി ഈ യാത്രയിൽ പാലിക്കേണ്ട പൊതുകാര്യങ്ങളെപ്പറ്റി ഗൈഡ് കൂടിയായ ഡ്രൈവർ വിവരിച്ചു. തലേ ദിവസം തന്നെ 3 ഫോമുകളിൽ പാസ്പോർട്ട് നമ്പർ അടക്കം സകല വിവരങ്ങളും എഴുതി ഒപ്പിട്ട് വാങ്ങിയിരുന്നു. പോൾ ക്രൂഗർ ഗേറ്റ് വഴിയാണ് ഞങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചത്. പ്രഭാത സൂര്യന്റെ ചെങ്കതിരുകളുടെ ശോഭയോടുകൂടിയ പീതാംബരം, സ്വർണ കിരണങ്ങൾ തഴുകി പാർക്ക് പ്രശോഭിതമാകുന്നതേയുള്ളൂ. അതിരാവിലെ തന്നെ പോയാലേ കൂടുതൽ മൃഗങ്ങളെ കാണാൻ കഴിയൂ. മഞ്ഞുകാലത്തിന്റെ വരവറിയിക്കുന്ന ചെറിയ തണുപ്പിന്റെ അകമ്പടിയോടെ യാത്ര ആരംഭിച്ചു. വൈവിധ്യമാർന്ന വന്യമൃഗസമ്പത്ത് കാണണമെന്നും ക്യാമറയിൽ പകർത്തണമെന്നും ദീർഘനാളായുള്ള ആഗ്രഹമായിരുന്നു. പാർക്കിലേക്ക് കയറിയതും കണി കണ്ടത് മൃഗങ്ങളിൽ ഏറ്റവും ക്രൂരന്മാരായ കഴുതപ്പുലികളെയാണ്. ഒന്നിനു പുറകെ മറ്റൊരു ഹൈന ഓടുന്നു. ഇവർ ഇണചേരുന്ന കാലമാണെന്നാണ് ഡ്രൈവർ ഗൈഡ് പറഞ്ഞത്. നിബിഡ വനമല്ല, വലിയ നിരപ്പ് വ്യത്യാസവുമില്ല, ഇടതൂർന്ന മരങ്ങളില്ല, പുൽമേടുകളും സമതലങ്ങളും ഇടയ്ക്ക് ചെറിയ കുറ്റിക്കാടുകളും ഇലകളും മുള്ളുകളും നിറഞ്ഞ കൊമ്പുകളുള്ള മരങ്ങളാണ് കൂടുതലും. വളരെ ദൂരത്തിൽ വരെ വനത്തിന്റെ ഉൾഭാഗവും അതിന്റെ ഭംഗിയും ജീപ്പിൽ ഇരുന്ന് തന്നെ കാണാൻ കഴിയും. വാഹനങ്ങളോടും അതിലെ മനുഷ്യരോടും ഒരപരിചിതത്വവും ആക്രമണ മനോഭാവവും അവ കാട്ടുന്നില്ല. സുലഭമായി ആഹാരം ലഭിക്കുന്നതുകൊണ്ടും സ്ഥിരമായി വാഹനങ്ങളുടെയും മനുഷ്യരുടെയും സാന്നിധ്യമുള്ളതുകൊണ്ടും ആവാം അവ മനുഷ്യരോട് ശത്രുത കാട്ടാത്തത്. വിവിധ ഇനം വന്യമൃഗങ്ങളുടെ ബാഹുല്യമുള്ളതിനാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ സൗകര്യപ്രദമായ രീതിയിൽ മൃഗങ്ങളെ കാണാനും വീഡിയോ എടുക്കാനും കഴിഞ്ഞു. ജിറാഫുകളും സീബ്രകളും ആതിഥേയത്വം വഹിക്കുന്ന വിശാലമായ ശ്വാധ്വല പ്രദേശങ്ങൾ, പക്ഷികളുടെ കളകൂജനങ്ങൾ പ്രതിധ്വനിക്കുന്ന സമൃദ്ധമായ കാടുകൾ, ആന, കാട്ടുപോത്ത് തുടങ്ങിയ ഭീമൻ മൃഗങ്ങൾ, സിംഹം, പുലി തുടങ്ങിയ ഹിംസ്ര ജന്തുക്കൾ, ഇവയ്ക്കിടയിലൂടെ ഒരു സൂപ്പർ സവാരി, അത് നൽകുന്നത് വേറിട്ടൊരു അനുഭവം തന്നെയാണ്. വന്യമായ കാഴ്ചകളാലും ശബ്ദങ്ങളാലും ചുറ്റപ്പെട്ട സഫാരി പാർക്കുകൾ വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകളെ പ്രദർശിപ്പിക്കുന്നു. സസ്യജന്തുജാലങ്ങളുടെ ആകർഷകമായ ലോകത്തിന്റെ ഉൾക്കാഴ്ചകൾ ഇത് പ്രദാനം ചെയ്യുന്നു. മനുഷ്യർക്ക് പ്രകൃതിയുമായി ബന്ധപ്പെടാനും ശാശ്വതമായ ഓർമ്മകൾ സൃഷ്ടിക്കാനും സഫാരി പാർക്കുകൾ മോഹിപ്പിക്കുന്ന അവസരങ്ങളാണ് നൽകുന്നത്. വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങൾ അഥവാ ഗെയിം റിസർവ് എന്നറിയപ്പെടുന്ന സഫാരി പാർക്കുകൾ സാഹസികതയുടെയും വിദ്യാഭ്യാസത്തിന്റെയും സവിശേഷമായ മിശ്രിതം പ്രദാനം ചെയ്യുന്ന ആകർഷകമായ ഇടങ്ങളാണ്. മൃഗങ്ങളുടെ പ്രാദേശിക ആവാസ വ്യവസ്ഥകളെ അലോസരപ്പെടുത്താതെ ഇത്തരം പാർക്കുകൾ സന്ദർശകർക്ക് പ്രകൃതിദത്ത പരിതസ്ഥിതിയിൽ വന്യജീവികളെ കാണാനുള്ള അപൂർവ അവസരമാണ് ഒരുക്കുന്നത്.
സഫാരി പാർക്കുകളുടെ ആകർഷണീയമായ ലോകത്തിലേക്ക് കടന്നു ചെല്ലുന്നതോടൊപ്പം വന്യജീവി സംരക്ഷണത്തിന്റെ പ്രാധാന്യം, അവ നൽകുന്ന ആഴങ്ങളിലുള്ള അനുഭവങ്ങൾ, നാം വസിക്കുന്ന ഭൂമിയുടെ ജൈവ വൈവിധ്യം സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവബോധം ഇത്തരം ദേശീയ ഉദ്യാനങ്ങൾ സഞ്ചാരികളിൽ വളർത്തുന്നു. വിസ്മയിപ്പിക്കുന്ന വനഭംഗിയിലെ കാഴ്ചകൾ സുന്ദരവും സന്തോഷകരവുമായിരുന്നു. സിനിമകളിലും ടെലിവിഷൻ ചാനലുകളിലുമൊക്കെ കണ്ട പല കാഴ്ചകളും അനുഭവങ്ങളും നേരിൽ കണ്ടിട്ടും എന്തോ മനസ്സിന് അത്ര വിശ്വാസം വരാത്തതുപോലെ. ക്രൂഗർ പാർക്കിന്റെ കൂടുതൽ കാഴ്ച വിശേഷങ്ങളുമായി വീണ്ടും വരാം. അതുവരേക്കും സ്വിസ് സഞ്ചാരിയുടെ നല്ല നമസ്കാരം. ഗുഡ് ബൈ.